സമ്പൂർണ്ണ വിപ്ലവ എന്ന ആശയത്തിൻ്റെ വക്താവ് ഓപ്ഷൻ ഡി ജയപ്രകാശ് നാരായൺ. ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ ഡി 6 വർഷം. രാജിവെച്ചൊഴിയുന്ന രാഷ്ട്രപതി രാജിക്കത്ത് കൈമാറുന്നത് ആർക്കാണ്? ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻ സി 1961 ബെൽഗ്രേഡ്. ഇന്ത്യ സമഗ്ര ആണവ നിരോധന കരാറിൽ ഒപ്പുവയ്ക്കാത്തതിൻ്റെ കാരണം? ആണവായുധ നിർമ്മാർജ്ജനത്തിന് സമയബന്ധിതമായ നിർദ്ദേശം ഇല്ലാത്തതിനാൽ. ഗ്ലാസ്നോസ് എന്ന ആശയം നടപ്പിലാക്കിയ ഭരണാധികാരി? ഓപ്ഷൻ ബി ഗോർബച്ചേവ്. ഇന്ത്യ പാകിസ്ഥാൻ ഷിംല കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കന്മാർ ആരെല്ലാം? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, സുൽഫിക്കർ അലി ഭൂട്ടോ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഷോർട്ട് നെയിമാണ് WTO എന്ന് പറയുന്നത്. നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്, 1995. സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി ഡയറക്ടർ. രാഷ്ട്രം ദൈവത്തിൻ്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ? ഓപ്ഷൻ സി ഹെഗൽ. ട്രൂമാൻ ഡോക്ട്രിൻ എന്ന രാജ്യത്തിൽ ഏത് വിദേശ നയമായിരുന്നു? ഓപ്ഷൻ ബി അമേരിക്കയുടേതായിരുന്നു. അപ്പോൾ ട്രൂമാൻ ഡോക്ട്രിൻ എന്നത് ഏത് രാജ്യത്തിൻ്റെ വിദേശ നയമായിരുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി അമേരിക്കയുടെ നയമായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നയരൂപീകരണത്തിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗം? ഓപ്ഷൻ എ സെൻട്രൽ സെക്രട്ടേറിയറ്റ്. അന്താരാഷ്ട്ര രാഷ്ട്രീയം അധികാരത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന നിർവചനം ആരുടേതാണ്? ഓപ്ഷൻ സി മോർഗെന്തോ. സൗരയുധത്തിൽ ഉൽക്കാമണ്ഡലം കാണപ്പെടുന്നത് ഏത് ഗ്രഹ പന്താമുകൾക്ക് ഇടയിലാണ്? ഓപ്ഷൻ സി ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷൻ? ഓപ്ഷൻ ഡി മെർക്കാപ്റ്റസ് പ്രൊജക്ഷനാണ്. ഓസോൺ പാളികൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം? ഓസോൺ പാളികൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയറാണ്. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ വടക്കേ അമേരിക്കൻ തീരത്ത് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഹാരിക്കെയിനാണ്. എക്സ്ഫോലിയേഷൻ ഏതു തരം അപക്ഷയമാണ്? എക്സ്ഫോലിയേഷൻ എന്ന് പറയുന്നത് ഏത് തരം അപക്ഷയമാണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ഭൗതിക അപക്ഷയമാണ്. കായാന്തരിക ശിലകൾക്ക് ഉദാഹരണം? ഓപ്ഷൻ ബി മാർബിൾ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും പുറമേയുള്ള ആവരണം? ഓപ്ഷൻ ബി സിയാലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശീതജല പ്രവാഹം ഏത്? ഓപ്ഷൻ ബി കാനറീസ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ഡി ആൽഫ്രഡ് വെഗ്നർ ആണ്. അപ്പം വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വെഗ്നർ ആണ്.